SSC ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തെന്നാൽ SSC അതിൻ്റെ എൻ്റയർ സെലക്ഷൻ പ്രോസസ്സ് ഒരു പുതിയ വെബ്സൈറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ssc.nic.in എന്ന പഴയ വെബ്സൈറ്റിൽ നിന്ന് ssc.gov.in എന്ന പുതിയ വെബ്സൈറ്റിലേക്ക് SSC അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ SSC JEE ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ വെബ്സൈറ്റിലേക്ക് അവരുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനു മുൻപ് SSC JEE എഴുതിയിട്ടുള്ള ആസ്പിരൻസ് ആണെങ്കിൽ കൂടി അവരും പുതിയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. പുതിയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഈ വീഡിയോയിലൂടെ ആ സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ssc.gov.in എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു പഴയ വെബ്സൈറ്റും പുതിയ വെബ്സൈറ്റും നമുക്ക് വരും. അതിൽ ssc.gov.in എന്ന പുതിയ വെബ്സൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ രീതിയിലുള്ളൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അതിൽ പുതിയ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ ഓർ രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോകുക. ഇനി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂസർ ക്രെഡൻഷ്യൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രജിസ്റ്റർ നൗ കൊടുത്ത് മുന്നോട്ട് പോവുക. രജിസ്റ്റർ നൗ കൊടുത്തതിന് ശേഷം ഈ രീതിയിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, പാസ്വേഡ് ക്രിയേഷൻ ഉണ്ട്, അഡീഷണൽ ഡീറ്റെയിൽസ്, ഡിക്ലറേഷൻ. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആധാർ നമ്പറാണ് പ്രധാനമായും ചോദിക്കുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആധാർ കാർഡും നമ്മുടെ Gmail ID ലോഗിൻ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും കയ്യിൽ കരുതുക. ആധാർ ഡീറ്റെയിൽസ് വളരെ ശ്രദ്ധിച്ച് മാത്രം നൽകുക. 2 പ്രാവശ്യം ആധാർ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ അവിടെ തെറ്റിക്കാതെ കൊടുക്കുക. ആധാർ നമ്പർ നൽകിയതിന് ശേഷം കാൻഡിഡേറ്റ് നെയിം എന്ന ഓപ്ഷനിലേക്ക് പോവുക. ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് വേറെ രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാൻഡിഡേറ്റ് നെയിം ആസ് പെർ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ SLC ബുക്കിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പേരിലുള്ള സ്പേസ്, ഇനീഷ്യലിലുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കൊടുക്കുക. അതിൽ യാതൊരുവിധ തെറ്റും വരുത്തരുത്. കാരണം ഇവിടെ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതൊരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിത്തീരും. നമ്മൾ ഏതെങ്കിലും പ്രാവശ്യം പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ പേര് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോവുക. ജെൻഡർ സെലക്ട് ചെയ്യുക. ജെൻഡർ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി കൊടുക്കുക. കഴിവതും സൈഡിലുള്ള കലണ്ടർ ഓപ്ഷൻ ഉപയോഗിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഇവിടെ ഈ രീതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കലണ്ടർ ഉപയോഗിച്ച് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടാമത് നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഫാദേഴ്സ് നെയിം എന്ന കോളം ഫില്ല് ചെയ്യുക. അതിൽ ഫാദേഴ്സ് നെയിം കൃത്യമായി തന്നെ നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം പഴയ സർട്ടിഫിക്കറ്റുകളിൽ ചിലപ്പോൾ ഇനീഷ്യലുകൾക്ക് വ്യത്യാസം ഉണ്ടാകും, സ്പെല്ലിങ്ങുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അത് ഏത് തന്നെ ആയാലും അതേ രീതിയിൽ തന്നെ കൊടുക്കുക. ഇല്ലെങ്കിൽ ഭാവിയിൽ അതൊരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് ബുദ്ധിമുട്ടാവും. അടുത്തതായി മദേഴ്സ് നെയിം കൊടുക്കുക. അതും കൃത്യമായി തന്നെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കുക. അടുത്തത് മെട്രിക്കുലേഷൻ എഡ്യൂക്കേഷൻ ബോർഡ് എന്നതിൽ കൃത്യമായി തന്നെ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അത് കൊടുക്കുക. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE ആണെങ്കിൽ അത് കൊടുക്കുക. കൃത്യമായി തന്നെ അതും ഇത് ഓപ്ഷൻസ് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. റോൾ നമ്പർ തെറ്റിക്കാതെ തന്നെ കൊടുക്കുക. റോൾ നമ്പർ ഒന്നുകൂടെ കൊടുത്ത് വെരിഫൈ ചെയ്യുക. അടുത്തതായി ഇയർ ഓഫ് പാസിംഗ് സെലക്ട് ചെയ്യുക. കൃത്യമായി തന്നെ പാസ് ഔട്ട് വർഷം കൊടുക്കുക. അടുത്തതായി നിങ്ങളുടെ ഹയസ്റ്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ, അത് ഡിഗ്രി എങ്കിൽ ഡിഗ്രി, PG എങ്കിൽ PG ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഗ്രാജുവേഷൻ കൊടുക്കുക കൃത്യമായിട്ട്. അടുത്തതായി മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൈവശം തന്നെ വെക്കാൻ ശ്രമിക്കുക. OTP കൊടുക്കുക. മൊബൈൽ നമ്പറിലെയും ഇമെയിൽ IDയിലെയും OTP ലഭ്യമായതിനു ശേഷം കൃത്യമായി എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്യുക. 2 OTPയും നൽകി വാലിഡേറ്റ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഗ്രീൻ കളറിൽ വാലിഡേറ്റഡ് എന്ന ഓപ്ഷൻസ് മാറുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത വിൻഡോയിലേക്ക് പോകും. രണ്ടാമതായി പാസ്വേഡ് ക്രിയേഷനാണ്. പാസ്വേഡ് ക്രിയേഷന് മുൻപ് തന്നെ നമ്മൾ നൽകിയ ഇമെയിൽ IDയിലേക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും ഒരു താൽക്കാലിക പാസ്വേഡും നമുക്ക് മെയിൽ ID യിൽ ലഭിക്കുന്നതാണ്.
നിലവിൽ കാണുന്ന വിൻഡോയിൽ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ലഭിച്ച രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. അതോടൊപ്പം ലഭിച്ച പാസ്വേഡും എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത് സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ആ വിൻഡോയിൽ നമുക്ക് താൽക്കാലികമായി ലഭിച്ച പാസ്വേഡും എൻ്റർ ചെയ്ത് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡിൽ അത് മിനിമം 8 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതിലൊരു ഒന്നോ അതിലധികമോ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടാവണം, ഒന്നോ അതിലധികമോ ലോവർ കേസ് ലെറ്റേഴ്സ് ഉണ്ടാവണം, ഒന്നോ അതിലധികമോ നമ്പേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പാസ്വേഡ് ക്രിയേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും പാലിച്ച് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ കണ്ടീഷൻസും ഗ്രീൻ കളറിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം കൺഫേം പാസ്വേഡിൽ ഒന്നുകൂടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം സെലക്ട് ചെയ്ത് അതിന് ഉത്തരവും കൂടെ കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ പാസ്വേഡ് മറന്നുപോയാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണിത്. കൃത്യമായി തന്നെ അത് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. 2 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിനും ഉത്തരം നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവുക. പാസ്വേഡ് ക്രിയേഷൻ സക്സസ്ഫുള്ളായി. അതിനുശേഷം നമ്മൾ പുതിയതായി നൽകിയ പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും ക്യാപ്ച ഉപയോഗിച്ച് ഒന്നുകൂടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് അഡീഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അതിൽ കാറ്റഗറി കൃത്യമായി കൊടുക്കുക. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് വെച്ചാൽ അത് കൃത്യമായി കൊടുക്കുക. ജനറൽ എങ്കിൽ ജനറൽ, OBC ഏതാണെന്ന് വെച്ചാൽ കൃത്യമായി തന്നെ നോക്കി അത് നൽകുക. ജനറൽ എങ്കിൽ അൺറിസർവ്ഡ് കൊടുക്കുക. നാഷണാലിറ്റി സെലക്ട് ചെയ്യുക, ഇന്ത്യൻ. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, നിങ്ങൾ ഏതെങ്കിലും മാർക്ക് അതുപോലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഏതെങ്കിലും ഉള്ളത് കൃത്യമായി കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവരാണെങ്കിൽ ആ ഓപ്ഷൻ യെസ് കൊടുക്കുക, അല്ല എങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോവുക. അടുത്തതായി അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കൃത്യമായി എൻ്റർ ചെയ്യുക. അടുത്തതായി സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, കേരള കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, പിൻകോഡ് അതിനുശേഷം കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം എങ്കിൽ അത് യെസ് കൊടുത്ത് അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. അഡ്രസ് ഡീറ്റെയിൽസ് പെർമനൻറ്റും പ്രസൻറ്റ് അഡ്രസ്സും കൃത്യമായി നൽകിയതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവുക. സേവ് ആൻഡ് നെക്സ്റ്റ് നൽകിയതിന് ശേഷം സക്സസ് ആവുന്നത് കാണാൻ സാധിക്കും. അടുത്തതായി ഒരു ഡിക്ലറേഷനാണ് നൽകാനുള്ളത്. അതിൽ കൃത്യമായി തന്നെ വായിച്ച് നോക്കിക്കൊണ്ട് ഐ അഗ്രി ഫോർ ദ എബോവ് ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്ത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിവ്യൂ OTR കൊടുത്ത് നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെയും കൃത്യമാണ് എന്നത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. കാര്യം ഇതിന് ശേഷം നമുക്ക് മറ്റൊരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് SSC പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി തന്നെ എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രം ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ നൽകുമ്പോൾ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇതോടുകൂടി നമ്മുടെ SSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിൻഡോ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ബാക്കി അച്ഛൻ്റെ പേര്, ഇമെയിൽ ID, അമ്മയുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ എല്ലാം കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. ഇതാണ് SSCയുടെ പുതിയ ഇൻ്റർഫേസ്. ഇതിലാണ് ഇവിടെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SSC പ്രസിദ്ധീകരിക്കുന്നത്. ഇതോടുകൂടി 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇതിനു മുൻപേ രജിസ്റ്റർ ചെയ്തവരും പുതുതായി SSC JEE എക്സാം എഴുതാൻ പോകുന്നവരും ഉറപ്പായും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.